സംഖ്യാപുസ്തകം അധ്യായം 33. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ യാത്രകൾ. മോശ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണ വിവരങ്ങളിൽ അവരുടെ താവളങ്ങൾ എഴുതി വച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ: 1-ാം മാസം 15-ാം തീയതി അവർ മിസ്രയീമിൽ 1-ാം മാസം 15-ാം തീയതി അവർ രമേസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റേ ദിവസം ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ ദൈവം തങ്ങളുടെ ഇടയിൽ സംഹരിച്ചു കഴിഞ്ഞവരുകളെയെല്ലാം സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും ദൈവം ശിക്ഷാവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ രമേസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ടു ബാൽസെഫിനെതിരെയുള്ള പിഹഹീരോത്തിലെത്തി. അവർ മിഗ്ദോലിനു കിഴക്ക് പാളയമിറങ്ങി. പിഹഹീരോത്തിനു കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിലൂടെ മരുഭൂമിയിലെത്തി. ഏതാം മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മറാത്തിൽ പാളയമടിച്ചു. മറാത്തിൽ നിന്ന് പുറപ്പെട്ടു ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാർത്തു. ഏലീമിൽ നിന്ന് പുറപ്പെട്ടു ചെങ്കടലിനരികെയും ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ടു സീൻ മരുഭൂമിയിലും. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു ദൊഫ്കയിലും. ദൊഫ്കയിൽ നിന്നും പുറപ്പെട്ടു ആലൂശിലും. ആലൂശിൽ നിന്ന് പുറപ്പെട്ടു രഫീദീമിലും പാളയമടിച്ചു. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും. സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കബ്രോത്ത് റെക്സോയിൽ നിന്ന് പുറപ്പെട്ട് ഫസേരോത്തിലും. ഫസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് രിത്മയിലും. രിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരേസിലും. റിമ്മോൻ പേരേസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിലും. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റീസ്റ്റയിലും. റീസ്റ്റയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാഥയിലും. കെഹേലാഥയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിലും. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിലും. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖേലോത്തിലും. മഖേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിലും. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരകിലും. താരകിൽ നിന്ന് പുറപ്പെട്ട് മിത്തക്കയിലും. മിത്തക്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനായിലും. ഹഷ്മോനായിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിലും. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാക്കിനിലും. ബെനയാക്കാനിൽ നിന്ന് പുറപ്പെട്ട് ഹഗ്ലീഗോഗിലും. ഹഗ്ലീഗോഗിൽ നിന്ന് പുറപ്പെട്ട് യോത്ബാധയിലും.
യോദ്ബാധയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് യെസ്യോൻഗേബരിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിലും പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിന്റെ അതിർത്തിയിൽ ഹോർ പർവ്വത സമീപം എത്തി. പുരോഹിതനായ അഹറോൻ ദൈവകൽപ്പനപ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വച്ച് മരിച്ചു. അഹറോൻ പർവ്വതത്തിൽ വച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ ഗേദാർ രാജാവ് ഇസ്രായേൽ മക്കളുടെ ആഗമന വിവരം അറിഞ്ഞ് ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് അവർ പുറപ്പെട്ടു. സൽമോനയിൽ നിന്ന് പുറപ്പെട്ടു പൂനോനിൽ നിന്ന് പുറപ്പെട്ടു ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിന്റെ അതിരിങ്കൽ അബാരീമിൽ നിന്ന് പുറപ്പെട്ടു ദീബോൻഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോൻ ദിബ്ലാഥായിമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് യെരിഹോക്കെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ ബേത് യെശീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെയും പാളയമിറങ്ങി. യെരിഹോയ്ക്കെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വച്ച് ദൈവം മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങൾ യോർദാൻ അരികെ കനാൻ ദേശത്തേക്ക് കടന്ന ശേഷം ആ ദേശത്തെ സർവ്വനിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയണം. അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർക്കണം. അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ച് കളയണം. നിങ്ങൾ ദേശം കീഴടക്കി അതിൽ സ്ഥിരതാമസമാക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ പ്രദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബമായി ദേശം നറുക്കിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറച്ചും അവകാശം കൊടുക്കണം. അവനവന് നറുക്ക് എവിടെ വീഴുന്നുവോ അത് അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ അവരിൽ നിങ്ങൾ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാശങ്ങളിൽ മുള്ളുകളുമായി നിങ്ങൾ വസിക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിശ്ചയിച്ചതുപോലെ നിങ്ങളോടും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.